യഹൂദർ യേശുവിനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ ഇവിടെ സഞ്ചരിക്കാൻ യേശു ഇഷ്ടപ്പെട്ടില്ല. ഓപ്ഷൻസ്: ഓപ്ഷൻ എ യൂദയായിൽ, ഓപ്ഷൻ ബി ജെറുസലേമിൽ, ഓപ്ഷൻ സി ഗലീലിയിൽ, ഓപ്ഷൻ ഡി കഫർനാമിൽ. ഇതിന്റെ ശരിയുത്തരം യൂദയായിൽ. അടുത്ത ചോദ്യം: നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് യൂദയായിലേക്ക് പോവുക എന്ന് യേശുവിനോട് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഗലീലിയിലെ ജനങ്ങൾ, ഓപ്ഷൻ ബി യഹൂദർ, ഓപ്ഷൻ സി യേശുവിന്റെ സഹോദരന്മാർ, ഓപ്ഷൻ ഡി ഒരു അധികാരി. ഇതിന്റെ ശരിയുത്തരം യേശുവിന്റെ സഹോദരന്മാർ. അടുത്ത ചോദ്യം: യേശുവിന്റെ പ്രവൃത്തികൾ ശിഷ്യന്മാർ കാണേണ്ടതിന് ഇവിടേക്ക് പോകാനാണ് സഹോദരന്മാർ യേശുവിനോട് പറഞ്ഞത്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഗലീലി, ഓപ്ഷൻ ബി ബേത്ലഹേം, ഓപ്ഷൻ സി യൂദയ, ഓപ്ഷൻ ഡി നസ്രത്ത്. ഇതിന്റെ ശരിയുത്തരം യൂദയ. അടുത്ത ചോദ്യം: യോഹന്നാൻ 7-ാം അധ്യായം 5-ാം വാക്യം പ്രകാരം ആരാണ് വിശ്വസിച്ചിരുന്നില്ലാത്തത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ അവന്റെ ശിഷ്യന്മാർ പോലും, ഓപ്ഷൻ ബി അവന്റെ സഹോദരന്മാർ പോലും, ഓപ്ഷൻ സി യൂദായിലെ ജനങ്ങൾ, ഓപ്ഷൻ ഡി സ്വദേശത്തെ ജനങ്ങൾ. ഇതിന്റെ ശരിയുത്തരം അവന്റെ സഹോദരന്മാർ പോലും. അടുത്ത ചോദ്യം: ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല എന്ന് യേശു പറഞ്ഞത് ഏത് തിരുനാളിനെ കുറിച്ചാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ പെസഹ തിരുനാൾ, ഓപ്ഷൻ ബി കൂടാര തിരുനാൾ, ഓപ്ഷൻ സി പെന്തക്കുസ്ത, ഓപ്ഷൻ ഡി ആദ്യഫല തിരുനാൾ. ഇതിന്റെ ശരിയുത്തരം കൂടാര തിരുനാൾ. അടുത്ത ചോദ്യം: ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല എന്തെന്നാൽ എന്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞ യേശു എവിടെയാണ് താമസിച്ചത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഗലീലി, ഓപ്ഷൻ ബി ബേത്ലഹേം, ഓപ്ഷൻ സി യൂദയ, ഓപ്ഷൻ ഡി നസ്രത്ത്. ഇതിന്റെ ശരിയുത്തരം ഗലീലി. അടുത്ത ചോദ്യം: കൂടാര തിരുനാളിന് യേശു എങ്ങനെയാണ് പോയത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ശിഷ്യന്മാരോട് കൂടെ, ഓപ്ഷൻ ബി പത്രോസിന്റെ കൂടെ, ഓപ്ഷൻ സി യാക്കോബ് യോഹന്നാൻ എന്നിവരോട് കൂടെ, ഓപ്ഷൻ ഡി രഹസ്യമായി. ഇതിന്റെ ശരിയുത്തരം രഹസ്യമായി. അടുത്ത ചോദ്യം: എന്തുകൊണ്ട് ആരും യേശുവിനെക്കുറിച്ച് പരസ്യമായി സംസാരിച്ചില്ല? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ജനങ്ങളെ ഭയന്ന്, ഓപ്ഷൻ ബി യേശു അങ്ങനെ പറഞ്ഞതുകൊണ്ട്, ഓപ്ഷൻ സി യഹൂദരെ ഭയന്ന്, ഓപ്ഷൻ ഡി പുരോഹിതന്മാരെ ഭയന്ന്. ഇതിന്റെ ശരിയുത്തരം യഹൂദരെ ഭയന്ന്. അടുത്ത ചോദ്യം: തിരുനാൾ പകുതിയായപ്പോൾ യേശു എവിടെ ചെന്നു പഠിപ്പിച്ചു? ഓപ്ഷൻസ്: ഓപ്ഷൻ എ സിനഗോഗിൽ, ഓപ്ഷൻ ബി ദേവാലയത്തിൽ, ഓപ്ഷൻ സി കടൽ തീരത്ത്, ഓപ്ഷൻ ഡി മലയിൽ. ഇതിന്റെ ശരിയുത്തരം ദേവാലയത്തിൽ. അടുത്ത ചോദ്യം: ഒന്നും പഠിച്ചിട്ടില്ലാത്ത യേശുവിന് ഇത്ര അറിവ് എവിടെ നിന്നു കിട്ടിയെന്ന് ചോദിച്ച് വിസ്മയിച്ചത് ആര്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ യഹൂദർ, ഓപ്ഷൻ ബി ശിഷ്യന്മാർ, ഓപ്ഷൻ സി ജനങ്ങൾ, ഓപ്ഷൻ ഡി ഫരിസേയർ. ഇതിന്റെ ശരിയുത്തരം യഹൂദർ. അടുത്ത ചോദ്യം: സ്വമേധയാ സംസാരിക്കുന്നവൻ എന്തന്വേഷിക്കുന്നു? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ദൈവത്തിന്റെ മഹത്വം, ഓപ്ഷൻ ബി സ്വന്തം മഹത്വം, ഓപ്ഷൻ സി ജനങ്ങളുടെ ഇഷ്ടം, ഓപ്ഷൻ ഡി സ്വന്തം ഉയർച്ച. ഇതിന്റെ ശരിയുത്തരം സ്വന്തം മഹത്വം. അടുത്ത ചോദ്യം: നിങ്ങൾക്ക് നിയമം നൽകിയത് ആരാണ് എന്നാണ് യേശു യോഹന്നാൻ 8:19 പറയുന്നത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ എന്റെ പിതാവ്, ഓപ്ഷൻ ബി ജോഷ്വ, ഓപ്ഷൻ സി സ്വർഗത്തിൽ നിന്ന്, ഓപ്ഷൻ ഡി മൂശ. ഇതിന്റെ ശരിയുത്തരം മൂശ. അടുത്ത ചോദ്യം: യോഹന്നാൻ 8:20 പ്രകാരം നിനക്ക് പിശാചുണ്ട് എന്ന് യേശുവിനോട് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ജനങ്ങൾ, ഓപ്ഷൻ ബി യഹൂദർ, ഓപ്ഷൻ സി ഫരിസേയർ, ഓപ്ഷൻ ഡി നിയമജ്ഞർ. ഇതിന്റെ ശരിയുത്തരം ജനങ്ങൾ. അടുത്ത ചോദ്യം: വാസ്തവത്തിൽ പരിച്ഛേദന നിയമം ആരാണ് നൽകിയത് എന്നാണ് യേശു പറയുന്നത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ മോശ, ഓപ്ഷൻ ബി പിതാക്കന്മാർ, ഓപ്ഷൻ സി ദൈവം, ഓപ്ഷൻ ഡി ജോഷ്വ. ഇതിന്റെ ശരിയുത്തരം പിതാക്കന്മാർ. അടുത്ത ചോദ്യം: പരിച്ഛേദന നിയമം അനുസരിച്ച് എന്നാണ് ഒരുവന് നിങ്ങൾ പരിച്ഛേദനം നടത്തുന്നത്?
ഓപ്ഷൻസ്: ഓപ്ഷൻ എ ആഴ്ചയുടെ ആദ്യ ദിവസം, ഓപ്ഷൻ ബി കൂടാര തിരുനാളിനു, ഓപ്ഷൻ സി സാബത്തിൽ, ഓപ്ഷൻ ഡി പെസഹ തിരുനാളിനു. ഇതിന്റെ ശരിയുത്തരം സാബത്തിൽ. അടുത്ത ചോദ്യം: എങ്ങനെ വിധിക്കരുത് എന്നാണ് യേശു പറയുന്നത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ നീതിയായി, ഓപ്ഷൻ ബി തിന്മയായി, ഓപ്ഷൻ സി പുറമേ കാണുന്നതനുസരിച്ച്, ഓപ്ഷൻ ഡി അന്വേഷിച്ചറിയാതെ. ഇതിന്റെ ശരിയുത്തരം പുറമേ കാണുന്നതനുസരിച്ച്. അടുത്ത ചോദ്യം: പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ എങ്ങനെ വിധിക്കണമെന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ നീതിയായി, ഓപ്ഷൻ ബി സത്യമറിഞ്ഞ്, ഓപ്ഷൻ സി വിവേകത്തോടെ, ഓപ്ഷൻ ഡി അന്വേഷിച്ചറിഞ്ഞ്. ഇതിന്റെ ശരിയുത്തരം നീതിയായി. അടുത്ത ചോദ്യം: ക്രിസ്തു വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയുകയില്ലല്ലോ എന്ന് പറഞ്ഞതാര്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ അധികാരികൾ, ഓപ്ഷൻ ബി ജെറുസലേം നിവാസികൾ, ഓപ്ഷൻ സി ഫരിസേയർ, ഓപ്ഷൻ ഡി ശിഷ്യന്മാർ. ഇതിന്റെ ശരിയുത്തരം ജെറുസലേം നിവാസികൾ. അടുത്ത ചോദ്യം: ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞതാരാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ അധികാരികൾ, ഓപ്ഷൻ ബി ഫരിസേയർ, ഓപ്ഷൻ സി ജെറുസലേം നിവാസികളിൽ ചിലർ, ഓപ്ഷൻ ഡി ശിഷ്യന്മാർ. ഇതിന്റെ ശരിയുത്തരം ജെറുസലേം നിവാസികളിൽ ചിലർ. അടുത്ത ചോദ്യം: ജനക്കൂട്ടം പിറുപിറുക്കുന്നത് ആരാണ് കേട്ടത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ പുരോഹിതന്മാർ, ഓപ്ഷൻ ബി ഫരിസേയർ, ഓപ്ഷൻ സി സൈനികർ, ഓപ്ഷൻ ഡി യേശു. ഇതിന്റെ ശരിയുത്തരം ഫരിസേയർ. അടുത്ത ചോദ്യം: യേശുവിനെ ബന്ധിക്കാൻ സേവകരെ അയച്ചതാര്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ജനക്കൂട്ടം, ഓപ്ഷൻ ബി ഫരിസേയർ, ഓപ്ഷൻ സി നിയമജ്ഞർ, ഓപ്ഷൻ ഡി പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും. ഇതിന്റെ ശരിയുത്തരം പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും. അടുത്ത ചോദ്യം: യഹൂദർ യേശു എവിടേക്ക് പോകുമെന്ന് ചിന്തിച്ചു? ഓപ്ഷൻസ്: ഓപ്ഷൻ എ റോമിലേക്ക്, ഓപ്ഷൻ ബി ഗ്രീക്കുകാരുടെ ഇടയിലേക്ക്, ഓപ്ഷൻ സി നസറത്തിലേക്ക്, ഓപ്ഷൻ ഡി വിദേശത്തേക്ക്. ഇതിന്റെ ശരിയുത്തരം ഗ്രീക്കുകാരുടെ ഇടയിലേക്ക്. അടുത്ത ചോദ്യം: യേശുവിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് എന്തൊഴുകും? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ജീവജലത്തിന്റെ അരുവികൾ, ഓപ്ഷൻ ബി സന്തോഷം, ഓപ്ഷൻ സി ജ്ഞാനം, ഓപ്ഷൻ ഡി സമ്പത്ത്. ഇതിന്റെ ശരിയുത്തരം ജീവജലത്തിന്റെ അരുവികൾ. അടുത്ത ചോദ്യം: എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് എന്തൊഴുകും? ഓപ്ഷൻസ്: ഓപ്ഷൻ എ വിശുദ്ധ ഗ്രന്ഥം, ഓപ്ഷൻ ബി പ്രവാചക ഗ്രന്ഥം, ഓപ്ഷൻ സി പ്രവാചക ലിഖിതം, ഓപ്ഷൻ ഡി വിശുദ്ധ ലിഖിതം. ഇതിന്റെ ശരിയുത്തരം വിശുദ്ധ ലിഖിതം. അടുത്ത ചോദ്യം: എന്തുകൊണ്ട് അന്ന് വരെ ആത്മാവ് നൽകപ്പെട്ടിരുന്നില്ല? ഓപ്ഷൻസ്: ഓപ്ഷൻ എ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല, ഓപ്ഷൻ ബി സമയമായിരുന്നില്ല, ഓപ്ഷൻ സി ജനങ്ങൾ അയോഗ്യരായിരുന്നു, ഓപ്ഷൻ ഡി ദൈവം അനുവദിച്ചില്ല. ഇതിന്റെ ശരിയുത്തരം യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. അടുത്ത ചോദ്യം: യേശുവിനെക്കുറിച്ച് ഇവൻ യഥാർത്ഥത്തിൽ പ്രവാചകനാണ് എന്നു ചിലർ പറഞ്ഞത് എന്തുകൊണ്ട്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ അവന്റെ അടയാളങ്ങൾ കണ്ട്, ഓപ്ഷൻ ബി അവന്റെ വാക്കുകൾ കേട്ട്, ഓപ്ഷൻ സി അവന്റെ പ്രവൃത്തികൾ കണ്ട്, ഓപ്ഷൻ ഡി അധികാരമുള്ളവനെ പോലെ സംസാരിച്ചതുകൊണ്ട്. ഇതിന്റെ ശരിയുത്തരം അവന്റെ വാക്കുകൾ കേട്ട്. അടുത്ത ചോദ്യം: യോഹന്നാൻ 7:42 പ്രകാരം ക്രിസ്തു ആരുടെ സന്താന പരമ്പരയിൽ നിന്നാണ് വരേണ്ടത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ അബ്രാഹത്തിന്റെ, ഓപ്ഷൻ ബി ദാവീദിന്റെ, ഓപ്ഷൻ സി ഇസഹാക്കിന്റെ, ഓപ്ഷൻ ഡി യാക്കോബിന്റെ. ഇതിന്റെ ശരിയുത്തരം ദാവീദിന്റെ. അടുത്ത ചോദ്യം: ക്രിസ്തു ഏത് ഗ്രാമത്തിൽ നിന്ന് വരുമെന്നാണ് വിശുദ്ധ ലിഖിതം പറയുന്നത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ നസറത്ത്, ഓപ്ഷൻ ബി കഫർനാം, ഓപ്ഷൻ സി ബേത്ലഹേം, ഓപ്ഷൻ ഡി ജെറുസലേം. ഇതിന്റെ ശരിയുത്തരം ബേത്ലഹേം. അടുത്ത ചോദ്യം: ദാവീദിന്റെ ഗ്രാമം ഏതാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ നസ്രത്ത്,
ഓപ്ഷൻ ബി കഫർനാം, ഓപ്ഷൻ സി ബേത്ലഹേം, ഓപ്ഷൻ ഡി ജെറൂസലേം. ഇതിന്റെ ശരിയുത്തരം ബേത്ലഹേം. അടുത്ത ചോദ്യം, ആര് തിരിച്ചു ചെന്നപ്പോഴാണ് പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് എന്ന് ചോദിച്ചത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ സേവകന്മാർ, ഓപ്ഷൻ ബി യഹൂദർ, ഓപ്ഷൻ സി പടയാളികൾ, ഓപ്ഷൻ ഡി നിയമജ്ഞർ. ഇതിന്റെ ശരിയുത്തരം സേവകന്മാർ. അടുത്ത ചോദ്യം, സേവകന്മാരോട് നിങ്ങളും വഞ്ചിതരായോ എന്ന് ചോദിച്ചത് ആരാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ജനക്കൂട്ടം, ഓപ്ഷൻ ബി ഫരിസേയർ, ഓപ്ഷൻ സി നിയമജ്ഞർ, ഓപ്ഷൻ ഡി പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും. ഇതിന്റെ ശരിയുത്തരം ഫരിസേയർ. അടുത്ത ചോദ്യം, നിയമം അറിഞ്ഞുകൂടാത്ത ഈ ജനക്കൂട്ടത്തെ ഫരിസേയർ എന്തു വിളിച്ചു? ഓപ്ഷൻസ്: ഓപ്ഷൻ എ പാവപ്പെട്ടവർ, ഓപ്ഷൻ ബി അജ്ഞാനികൾ, ഓപ്ഷൻ സി ഭ്രാന്തന്മാർ, ഓപ്ഷൻ ഡി ശപിക്കപ്പെട്ടവർ. ഇതിന്റെ ശരിയുത്തരം ശപിക്കപ്പെട്ടവർ. അടുത്ത ചോദ്യം, ഒരുവനു പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്നറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത് ആരാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ നിക്കോദേമോസ്, ഓപ്ഷൻ ബി ഫരിസേയർ, ഓപ്ഷൻ സി സേവകന്മാർ, ഓപ്ഷൻ ഡി ജനക്കൂട്ടം. ഇതിന്റെ ശരിയുത്തരം നിക്കോദേമോസ്. അടുത്ത ചോദ്യം, പ്രവാചകൻ എവിടെ നിന്ന് വരുന്നില്ല എന്നാണ് ഫരിസേയർ പറഞ്ഞത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഗലീലിയിൽ നിന്നു, ഓപ്ഷൻ ബി ബേത്ലഹേമിൽ നിന്നു, ഓപ്ഷൻ സി ജെറുസലേമിൽ നിന്നു, ഓപ്ഷൻ ഡി വിദേശത്തു നിന്നു. ഇതിന്റെ ശരിയുത്തരം ഗലീലിയിൽ നിന്നു. അടുത്ത ചോദ്യം, യേശുവിന് എവിടെ സഞ്ചരിക്കാൻ താൽപ്പര്യമില്ലായിരുന്നു? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഗലീലിയിൽ, ഓപ്ഷൻ ബി ജെറുസലേമിൽ, ഓപ്ഷൻ സി യൂദയായിൽ, ഓപ്ഷൻ ഡി ബേത്ലഹേമിൽ. ഇതിന്റെ ശരിയുത്തരം യൂദയായിൽ. അടുത്ത ചോദ്യം, ലോകത്തിന്റെ പ്രവൃത്തികൾ എന്താണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ദുർഗ്രഹമാണ്, ഓപ്ഷൻ ബി കഠിനമാണ്, ഓപ്ഷൻ സി വിശുദ്ധമാണ്, ഓപ്ഷൻ ഡി തിന്മയാണ്. ഇതിന്റെ ശരിയുത്തരം തിന്മയാണ്. അടുത്ത ചോദ്യം, തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ എന്താണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ സത്യവാൻ, ഓപ്ഷൻ ബി നീതിമാൻ, ഓപ്ഷൻ സി വിവേകി, ഓപ്ഷൻ ഡി അറിവുള്ളവർ. ഇതിന്റെ ശരിയുത്തരം സത്യവാൻ. അടുത്ത ചോദ്യം, മോശയുടെ നിയമം ലംഘിക്കാതെയിരിക്കാൻ നിങ്ങൾ എന്തു ചെയ്യുന്നുവെന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ പരിച്ഛേദനം, ഓപ്ഷൻ ബി പ്രാർത്ഥന, ഓപ്ഷൻ സി ബലി, ഓപ്ഷൻ ഡി ദാനധർമ്മം. ഇതിന്റെ ശരിയുത്തരം പരിച്ഛേദനം. അടുത്ത ചോദ്യം, ആരുടെ അടുത്ത് പോയി പഠിപ്പിക്കാനാണ് യേശു ഉദ്ദേശിക്കുന്നതെന്ന് യഹൂദർ സംശയിച്ചു? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഗ്രീക്കുകാരുടെ, ഓപ്ഷൻ ബി റോമക്കാരുടെ, ഓപ്ഷൻ സി ഗലീലിക്കാരുടെ, ഓപ്ഷൻ ഡി യഹൂദരുടെ. ഇതിന്റെ ശരിയുത്തരം ഗ്രീക്കുകാരുടെ. അടുത്ത ചോദ്യം, പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും യേശുവിനെ ബന്ധിക്കാൻ ആരെ അയച്ചു? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ജനങ്ങളെ, ഓപ്ഷൻ ബി സേവകരെ, ഓപ്ഷൻ സി സൈനികരെ, ഓപ്ഷൻ ഡി അധികാരികളെ. ഇതിന്റെ ശരിയുത്തരം സേവകരെ. അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് എന്ന് ആരാണ് ചോദിച്ചത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ജനക്കൂട്ടം, ഓപ്ഷൻ ബി ഫരിസേയർ, ഓപ്ഷൻ സി നിയമജ്ഞർ, ഓപ്ഷൻ ഡി പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും. ഇതിന്റെ ശരിയുത്തരം പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും. അടുത്ത ചോദ്യം, നീയും ഗലീലിയിൽ നിന്നാണോ എന്ന് ചോദിച്ചത് ആര്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഫരിസേയർ, ഓപ്ഷൻ ബി നിക്കോദേമോസ്, ഓപ്ഷൻ സി യേശു, ഓപ്ഷൻ ഡി ജനക്കൂട്ടം. ഇതിന്റെ ശരിയുത്തരം ഫരിസേയർ. അടുത്ത ചോദ്യം, നീയും ഗലീലിയിൽ നിന്നാണോ എന്ന് ഫരിസേയർ ആരോടാണ് ചോദിച്ചത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ നിയമജ്ഞർ, ഓപ്ഷൻ ബി നിക്കോദേമോസ്, ഓപ്ഷൻ സി യേശു, ഓപ്ഷൻ ഡി ജനക്കൂട്ടം. ഇതിന്റെ ശരിയുത്തരം നിക്കോദേമോസ്. ഇനി ഒരു ക്വിസാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യുമല്ലോ. പ്രവാചകൻ എവിടെ നിന്ന് വരുന്നില്ല എന്നാണ് ഫരിസേയർ പറഞ്ഞത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഗലീലിയിൽ നിന്ന്, ഓപ്ഷൻ ബി ബേത്ലഹേമിൽ നിന്ന്, ഓപ്ഷൻ സി ജെറുസലേമിൽ നിന്ന്, ഓപ്ഷൻ ഡി വിദേശത്തു നിന്ന്.
ആർക്കൊക്കെയാണ് ഇതിന്റെ ശരിയായ ഉത്തരം അറിയാവുന്നത്? താഴെ കമന്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്.